ഓലൻ ഇല്ലെങ്കിൽ ഓണസദ്യ ഇല്ലാന്ന് തന്നെ പറയാല്ലേ. സദ്യയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഓലനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം. അപ്പോൾ ഓണത്തിന് തലേന്ന് തന്നെ അരക്കപ്പ് വൻപയറെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചോളൂ. പിറ്റേ ദിവസം നന്നായി കഴുകിയതിന് ശേഷം ഇത് ഒരു കുക്കറിലേക്കിട്ട് മുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരു ഇത്തിരി ഉപ്പും എടുത്ത് ഒരു വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം കുക്കർ ഉടനെ തുറക്കണ്ട കേട്ടോ. ആവശ്യത്തിന് പ്രഷറെല്ലാം പൊയ്ക്കോട്ടെ. ആ സമയത്ത് ഒരു ചട്ടിയിലേക്ക് അരക്കപ്പ് കുമ്പളങ്ങ വളരെ നൈസായിട്ട് അരഞ്ഞതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത്. ഇനി കുറച്ചധികം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലല്ല, രണ്ടാം പാലിൽ തന്നെ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു തിള വന്നതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിലർ പറയും ഓലനിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഉപ്പ് ചേർക്കാതിരിക്കുമ്പോൾ എനിക്കെന്തോ രുചി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ വൻപയർ വേവിച്ച വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ഒഴിക്കുമ്പോൾ ഓലന്റെ നിറം കുറച്ച് നഷ്ടമാകുന്നത് പോലെ. പയറ് വെന്ത വെള്ളം ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടി ഒഴിക്കാവുന്നതാണ്. ഇവിടെ വൻപയറും കുമ്പളങ്ങയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തീ ഉടനെ ഓഫാക്കാം. ഇത് ചട്ടി ആയതുകൊണ്ട് എന്തായാലും നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടെ ചേർക്കണം. നല്ല പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂട്ടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇലയിൽ നമ്മൾ വിളമ്പുമ്പോൾ ഒരിക്കലും ഇത് ഒഴുകില്ല കേട്ടോ. അപ്പോഴെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം സന്തോഷമായിട്ട് ആഘോഷിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്